എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജന ഫിറോസിൻ്റെ ഇഷ്യൂ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ റസൂൽ പൂക്കുറ്റിയും അതുപോലെ തന്നെ സജനയും തമ്മിലുള്ള ബന്ധത്തെ ഫുള്ളായിട്ട് തുറന്ന് കാണിക്കുന്ന രീതിയിൽ വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ ഇതിനു മുമ്പ് സജന വന്നിട്ട് ഫിറോസിനെതിരെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളമാണ് എന്ന് തെളിയിക്കുന്ന കുറേയധികം തെളിവുകളും പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന ആദ്യം തൊട്ടേ അറിയാത്തവരുണ്ടെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്നുള്ള രീതിയിൽ അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടോപ്പിക്ക് മാറ്റിയിട്ട് അടിച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് നടന്നത് എന്നുള്ളൊരു കാര്യം കേൾക്കാവുന്നതാണ്. അല്ലാത്തവർക്ക് ഫുള്ളായിട്ടും കേൾക്കാം. എന്തായാലും അത് ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അവസാനം വരെ നിങ്ങൾ കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ആദ്യം തൊട്ട് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സജിനയും ഫിറോസും വേർപിരിയുന്നു എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ബിഗ് ബോസിൽ വന്നിട്ടാണ് ഭയങ്കരമായിട്ട് ഫേമസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പും കുറേയധികം ഷോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലാണ് അവർ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം പുറത്തിറങ്ങിയതിന് ശേഷം 2 വർഷം മുമ്പാണ് ഇവർ പിരിയുന്നതായിട്ടൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ പിരിഞ്ഞതിൻ്റെ കാരണങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറേയധികം പേര് ഫിറോസിൻ്റെ സ്വഭാവം അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിൽ വന്ന സമയത്ത് അവൻ ഭയങ്കരമായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്, അവൻ്റെ ഭാഗത്തായിരിക്കും തെറ്റ് എന്നുള്ള രീതിയിൽ കുറേയധികം പേര് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും വലിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ദിവസങ്ങളായിട്ട് ഇങ്ങനെ അത് വർഷങ്ങളിങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. ഇത് കണക്ക് സജിനയും അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിയും തമ്മിൽ ഇഷ്ടത്തിലാണ്, അവർ തമ്മിൽ ഇപ്പം ലവ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം ഫോട്ടോസും വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കൺഫേം ചെയ്യുന്ന രീതിയിലോ കാര്യങ്ങളോ ഒന്നും എവിടെ ഈ സജിനയൊന്നും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റസൂൽ പൂക്കുറ്റി എവിടെയും ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം സജിന ഉണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ സജിന പറയുന്നുണ്ട്, ഞാനും റസൂൽ പൂക്കുറ്റിയായിട്ട് ഇഷ്ടത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4 വർഷത്തോളമായി ഇഷ്ടത്തിലായിട്ട് എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് സജിനയ്ക്കെതിരെ കുറേയധികം നെഗറ്റീവൊക്കെ വരാൻ തുടങ്ങിയത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിറോസുമായിട്ട് വേർപിരിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ഒരു റസൂൽ പൂക്കുറ്റിയുമായിട്ട് 4 വർഷത്തെ ബന്ധം എന്നുള്ള രീതിയിലാണ് കുറേയധികം പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനർത്ഥം നീ ഉണ്ടെങ്കിൽ ഈ ഒരു ഫിറോസിനെ ചതിച്ചതാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സജിനയ്ക്ക് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വലിയതായിട്ട് റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫിറോസ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കർമ്മ എന്ന് പറയുന്നത് അത് എത്ര നാൾ ആരൊക്കെ എന്തൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സത്യങ്ങൾ പുറത്തു വരും, കർമ്മ എന്ന് പറയുന്നത് ഹിറ്റ് ചെയ്ത് അടങ്ങും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഈ ഒരു ഫിറോസ് ഒരു വീഡിയോ ഇടുന്നത്. അതിൽ ഈ റസൂൽ പൂക്കുറ്റിയുടെ പേരൊന്നും ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ആൾക്കാർ പറയാൻ തുടങ്ങി, ഓക്കെ ഇത് റസൂൽ പൂക്കുറ്റിയെ തന്നെയാണ് പറയുന്നത്, ഇവർ തമ്മിൽ ഈ ഒരു സജിനയും റസൂൽ പൂക്കുറ്റിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, അതുകൊണ്ടാണ് ഇവർ തമ്മിൽ പിരിയാനുണ്ടായ കാരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് ആ ഒരു എന്താ പറയുക, ഒരു ഫിറോസ് ഇട്ട ഒരു വീഡിയോ താഴെ വന്ന് വേറെ ഈ ഒരു ഫിറോസിൻ്റെ ഫ്രണ്ട്സൊക്കെ പുറത്ത് വന്നല്ലോ എന്നുള്ള രീതിയിലൊക്കെ കുറേയധികം കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതായത് ഈ ഒരു രീതിയിൽ ഫിറോസ് ഇട്ടതും സജിനയുടെ ക്യാരക്ടറിനെതിരെയാണല്ലോ ഒരു വീഡിയോ ഇട്ടിരുന്നത്. അപ്പോഴത്തേന് ഇത് കുറേയധികം പേര് ഇത് കണക്ക് സജിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കമൻസ് ഇടാൻ തുടങ്ങി. അപ്പോൾ നീയും ഈ ഒരു റസൂൽ പൂക്കുറ്റിയും കൂടെ ചെയ്ത് ഫിറോസിനെ ചതിച്ചതാണല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഈ ഒരു സജന ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2-3 വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വലിയ ലോങ് ആയിട്ടുള്ളൊരു ക്ലിപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഈ സജന എന്തൊക്കെ ഫിറോസിൽ നിന്ന് അനുഭവിച്ചു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നൊരു കാര്യം, ഈ ഒരു സജിനയുടെയും ഫിറോസിൻ്റെയും 2 പേരുടെയും 2ാം വിവാഹമായിരുന്നു. ആദ്യമായിട്ട് ഈ ഒരു ഫിറോസിനെ സജിന കാണുന്ന സമയത്ത് വളരെ നല്ല രീതിയിലാണ് പെരുമാറ്റം എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൻ്റെ കുട്ടിയെ ഏറ്റെടുക്കാം എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു
സജിനയുടെ കുട്ടിയെ സജിനയുടെ കൂടെ ആദ്യമേ ഒരു 2-3 മാസമൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആദ്യമേ ഈ ഫിറോസും സജിനയൊക്കെ ഒന്ന് നല്ല രീതിയിലാവട്ടെ എന്നുള്ള രീതി വെച്ചിട്ട് ഈ ഒരു സജിനയുണ്ടെങ്കിൽ കുട്ടിയുണ്ടെങ്കിൽ സജിനയുടെ അമ്മയുടെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മോനെ കൊണ്ടുവരണം, മോൻ്റെ കൂടെ സമയം ചിലവഴിക്കണം എന്നുള്ള രീതിയിലൊക്കെ വെക്കുന്ന സമയത്തുണ്ടെങ്കിൽ അത് ഫിറോസ് സമ്മതിക്കുകയൊന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് തനിക്ക് ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു സജിന പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് പോലും തനിക്ക് തൻ്റെ മോനെ പോയി കാണാനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നാൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു, താനുണ്ടെങ്കിൽ തൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പോവുകയും ചെയ്തു. അവിടെ ആ സമയത്ത് തൻ്റെ മോൻ്റെ കൂടെ കുറേയധികം നേരം സമയം ചിലവഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഫിറോസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടിട്ട് പോകും, കുറച്ച് ദിവസം 2 ദിവസം അവിടെയൊക്കെ നിൽക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സജിനയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഫിറോസിനും വേറെ ഒരാളുമായിട്ട് ബന്ധമൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അത് തനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ചില സമയങ്ങളിൽ ചെറിയ ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സജിന പറയുന്നുണ്ട്. എന്തായാലും പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടിയായിട്ട് കിടക്കുന്ന സമയത്ത് ഇതേ കണക്ക് സജിനയ്ക്ക് മനസ്സിലായി ഈ ഒരു ഫിറോസിന് വേറെ മറ്റ് ബന്ധങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ. അതിൽ കുറേയധികം പെൺകുട്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ സജിന പറയുന്നൊരു കാര്യം, മുമ്പത്തെ ഇവർ ഒരുമിച്ചുള്ള ബിഗ് ബോസ് സീസണിൽ ഏതോ ഒരു പെൺകുട്ടിയായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലും, അതുമാത്രമല്ല അത് ഏതോ ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടിയുമായിട്ട് വരെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ സജിന ഫിറോസിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ട് ഫിറോസിനെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായി, നീ അല്ലേ ഫുള്ള് കള്ളത്തരം പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുറേയധികം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം പിന്നെ വീഡിയോസൊന്നും ഇങ്ങനെ ഇടാതിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സജിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, സജിന പ്രഗ്നൻ്റ് ആണ് എന്നുള്ള രീതിയിൽ. ഈ ഒരു റസൂൽ പൂക്കുറ്റിയാണ് ഹസ്ബൻഡ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേയധികം പേര് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റ് ചിലരൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ടും കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം ഈ ഒരു സജിന തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ആരോ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അവരാണ് ഈ ഒരു പോസ്റ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഞാനൊരു പ്രഗ്നൻ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതിൻ്റെ എല്ലാം പിറകിൽ ആ ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൂടി പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഫിറോസിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും ആ ഒരു കാര്യം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫിറോസ് ഒരു വീഡിയോയുമായിട്ട് യൂട്യൂബിൽ വന്നേക്കുന്നത്. ആ ഒരു വീഡിയോയ്ക്കകത്ത് സജിനയ്ക്ക് എതിരെയുള്ള കുറേയധികം വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന കണക്ക് എൻ്റെ ഭാഗത്തല്ല തെറ്റ്, സജിന പറയുന്നതെല്ലാം കുറേയധികം പേര് വിശ്വസിച്ചിട്ട് എനിക്കെതിരെ നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും സത്യം അറിയണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഫിറോസ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സജിനയ്ക്ക് പലരുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങൾ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അതെല്ലാം താൻ കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഈ ഒരു സജിന റെഡി ആയിരുന്നില്ല. അവളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുക എന്നുള്ള രീതിയിലാണ്. സ്വന്തം ഉമ്മ പറഞ്ഞാലോ ഒന്നും തന്നെ കേൾക്കത്തില്ല, താൻ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ലായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സജിനയ്ക്ക് കുറേയധികം ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയതിന് ശേഷം കുറേയധികം ലഹരി ഉപയോഗവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുവഴി ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ലഹരി ഉപയോഗത്തിൽ ഭയങ്കരമായിട്ട് മുമ്പിൽ നിൽക്കുന്ന കുറേയധികം പേരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അതിൽ പലരുമായിട്ട് ഈ ഒരു സജിനയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം താൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ ഒരു സജിനെ പുറത്തേക്കൊക്കെ വിടുന്നതിൽ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താൻ സമ്മതിക്കാതിരുന്നിട്ട് പോലും ഈ ഒരു സജിനെ തൻ്റെ ഇഷ്ടപ്രകാരം തന്നെ പോവുമായിരുന്നു. താൻ എന്തൊക്കെ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. അവസാനം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് വല്ല കത്തിയും കാര്യങ്ങളൊക്കെ കഴുത്തി വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. അവസാനം താൻ തന്നെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടാക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സജിനയുടെ കൂടെ ഉള്ള ഒരു ഫ്രണ്ടുണ്ട്, അവളുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും ആ ഒരു പെൺകുട്ടി പോലും ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കൂടാണ് എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നത്. അവൾ കാരണമാണ് കുറേയധികം കോണ്ടാക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലഹരി ഉപയോഗ സമയത്ത് കുറേയധികം ആൾക്കാരുമായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഈ ഒരു സജിനയ്ക്കുണ്ടായിരുന്നു. അത് തനിക്ക് മനസ്സിലായെന്നും അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ തനിക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ഒരു സജിന കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് കുറേയധികം പേര് ചോദിക്കാം, ഞാൻ ഭയങ്കര മൊണ്ണയാവാം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയാം. പക്ഷേ എൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്, ഞാൻ എന്തുമാത്രം അനുഭവിച്ചു എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിലൂടി ഫിറോസ് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന പല ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബന്ധങ്ങളെല്ലാം ആ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ ഒരു സജിനയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
ആ ഒരു സമയത്ത് കുറേയധികം വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഈ ഒരു ഫിറോസ് വെക്കുന്നുണ്ട്. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, നിങ്ങളുടെ പാട്ടിന് പോ എന്നുള്ള രീതിയിലൊക്കെ സജന ഉണ്ടെങ്കിൽ പറയുന്ന പല വോയിസ് ക്ലിപ്പും ആ ഒരു വീഡിയോയിൽ ഫിറോസ് വെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഏതോ ഒരു സിനിമയിൽ പാട്ട് പാടാനൊക്കെ അവസരം കിട്ടിയാണ് സജന പോകുന്നത്. അതിനുശേഷമാണ് ഈ ഒരു റസൂൽ പൂക്കുറ്റിയുമായിട്ടൊരു ബന്ധത്തിലായതിനു ശേഷം ഈ ഒരു റസൂൽ പൂക്കുറ്റിയാണ് ഈ ഒരു സജിനയുടെ ഫിറോസിൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി ഇവരെ പിരിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ഫിറോസ് പറയുന്നത്. അവർ തമ്മിൽ സംസാരിച്ച കുറേയധികം വോയിസ് ക്ലിപ്പും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഈ ഒരു സജിനയും അതുപോലെ തന്നെ റസൂൽ പൂക്കുറ്റിയും അവർ ഒരുമിച്ച് രണ്ട് പ്രാവശ്യം ഗർഭിണിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഒന്ന് അബോർട്ട് ചെയ്ത് കളയും, മറ്റേത് ഉണ്ടെങ്കിൽ അല്ലാതെ തന്നെ നോർമലായിട്ട് മിസ്കാരേജ് ആയി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറിച്ച് സംസാരിക്കുന്ന ഇവർ തമ്മിൽ റസൂൽ പൂക്കുറ്റിയും സജിനയും തമ്മിൽ സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് അടക്കമുണ്ടെങ്കിൽ ഫിറോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പറയുന്നത് ഈ ഒരു വ്യക്തിയൊക്കെ തൻ്റെ ജീവിതം കുറേയധികം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെതിരെ സംസാരിക്കും, എൻ്റെ ജീവന് എന്ത് ഭീഷണിയും വരാം, എന്തിരുന്നാലും ഞാനിത് പറയാമെന്നുള്ള രീതിയിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ അവളൊരു പാവമല്ല, അവളും കൂടി ചേർന്നിട്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തുലച്ചത്. എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു രീതി കൂടി ഫിറോസ് പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് ഫിറോസിന് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഫിറോസിൻ്റെ ചാനൽ അടിച്ച് നോക്കിയാൽ മതി. FRK ആണെന്ന് തോന്നുന്നു ചാനലിൻ്റെ പേര്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു മണിക്കൂറോളം അടങ്ങുന്ന ഒരു വീഡിയോ, അതിനകത്ത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. എന്തായാലും ഇതിന് മറുപടിയായിട്ട് ഇതുവരെ സജനയൊന്നും വന്നിട്ടില്ല. ഇനി മറുപടിയായിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.